ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇതിനു മുന്നേ ഒരു വാനില കപ്പ് കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ബട്ടർ ക്രീം ഐസിങ് ആയിരുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് റൂം ടെമ്പറേച്ചറിലാക്കിയ ബട്ടർ 100 ഗ്രാം, ഐസിങ് ഷുഗർ 200 ഗ്രാം, പിന്നെ വാനില എസൻസ് 1/2 ടീസ്പൂൺ, ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ മിൽക്ക് ആയിരുന്നാലും ഉപയോഗിക്കാം, 2 ടീസ്പൂൺ ഉപയോഗിക്കാം. ഫസ്റ്റ് ഒരു ബൗളിലോട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലാക്കിയ ബട്ടർ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ലോ ടു ഹൈ സ്പീഡിൽ വരെ ബീറ്റ് ചെയ്യാം. കുറച്ച് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലോട്ട് നമ്മുടെ ഈ ഐസിങ് ഷുഗർ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസും പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ഒഴിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ വിപ്പിംഗ് ക്രീം കയ്യിലില്ലാത്തവ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ മിൽക്ക് ആയിരുന്നാലും ഉപയോഗിക്കാം. അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് എത്ര വേണ്ട ആ കൺസിസ്റ്റൻസി അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ കളർ ചേഞ്ച് ആയി വരുന്നത് കാണാം. ഒരു ക്രീമി ടെക്സ്ചറിൽ ആ യെല്ലോയിൽ നിന്നും ഓഫ് വൈറ്റ് കളറിലോട്ട് നമ്മുടെ ക്രീം ആകുന്നത് കാണാം. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിലാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അന്നേരം സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പിന്നെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗും ഈ സ്റ്റാർ പോലത്തെ ഒരു നോസിലും എടുത്തിട്ടുണ്ട്. ഈ പൈപ്പിംഗ് ബാഗ് ഞാൻ അതിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നോസിൽ അതിൻ്റെ ഉള്ളിലൂടെ കയറ്റി വയ്ക്കാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ പൈപ്പിംഗ് ബാഗ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ക്രീം അതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനൊരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ആ ക്രീമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പ് കേക്കിലോട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടപ്പെട്ട ഡെക്കറേഷൻ ഏത് വേണമെങ്കിലും കപ്പ് കേക്കിൻ്റെ മുകളിൽ ചെയ്യാം. ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ കഴിക്കുന്നതായതുകൊണ്ട് ഞാനും പിന്നെ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡെക്കറേഷനും ചെയ്തു. അതിലോട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് റെയിൻബോ സ്പ്രിങ്കിൾസ് ആൻഡ് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി കപ്പ് കേക്കായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിലൂടെ അറിയിക്കണം. ഞാൻ ബട്ടർ ക്രീം ഐസിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, സ്റ്റേ ബ്ലെസ്ഡ് ഓൾ. താങ്ക് യു, ബൈ.